ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും iPlusന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക വഴി നിങ്ങൾക്ക് നമ്മുടെ കണ്ടന്റ് കുറച്ചും കൂടെ ഒന്ന് തറവാകും. ഓക്കെ, അപ്പൊ നമ്മൾ മെട്രിക്സ് ലീനിയർ ആൾജിബ്ര ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യനിൽ നിന്നുള്ളതാണ് കേട്ടോ. അപ്പൊ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ, PYQ ആണിത്. ലാസ്റ്റ് കഴിഞ്ഞ റിസർച്ച് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കാം, സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ റിഫ്ലക്ഷൻ അബൌട്ട് XY പ്ലെയിൻ ഇൻ R3. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഒരുപാട് തിയറി കണ്ടന്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ മെട്രിക്സ് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുക. സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആണ് നമുക്ക് വേണ്ടത്. എന്തിൻ്റെതാണെന്ന് നോക്കുക, റിഫ്ലക്ഷൻ്റെതാണ്. റിഫ്ലക്ഷന്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് നമുക്ക് വേണം. അബൌട്ട് ഏത് പ്ലെയിൻ ആണെന്ന് നോക്കുക, XY പ്ലെയിൻ ആണ്. അപ്പൊ നമുക്കറിയാം R3-ല് XY പ്ലെയിന്, ആ XY പ്ലെയിനെ ബേസ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിഫ്ലക്ഷൻ ആണ്. ആ റിഫ്ലക്ഷന്റെ മെട്രിക്സ് ആണ് വേണ്ടത്. നമുക്കറിയാം R3-ല് 3 ആക്സിസുകൾ ഉണ്ട്, X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഇവിടെ XY പ്ലെയിനുമായി ബന്ധപ്പെട്ടിട്ടാണ് റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ എക്സും വൈയും ഉണ്ട് അല്ലെ, XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ എക്സും വൈയും ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഇവിടെ XY പ്ലെയിൻ ഇല്ലാത്ത ലെറ്റർ Z ആണല്ലോ. അപ്പൊ ആ Z ഇവിടെ ഇല്ല, എക്സും വൈയും ഉണ്ട്. അപ്പൊ നിങ്ങൾ മെട്രിക്സ് എഴുതുമ്പോൾ R3-ലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് 3/3 മെട്രിക്സ് ആണ് കിട്ടുക. അതിൽ ഡയഗണൽ എൻട്രീസിനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക, ബാക്കി കംപ്ലീറ്റ് 0 കൊടുക്കുക. ഡയഗണൽ എൻട്രീസ് അല്ലാത്ത ബാക്കി കംപ്ലീറ്റ് ഇടങ്ങളിൽ നിങ്ങൾ എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. നമുക്ക് XY പ്ലെയിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, റൊട്ടേഷൻ സംഭവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സും വൈയും ഉണ്ടല്ലോ. അപ്പൊ എക്സും വൈയും വരുന്നതിന് പകരം 1 കൊടുക്കുക. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എൻട്രി എക്സിന് കറസ്പോണ്ടിങ് ആണ്. സെക്കൻഡ് റോയിൽ സെക്കൻഡ് എൻട്രി ആർക്ക് കറസ്പോണ്ടിങ്, വൈക്ക് കറസ്പോണ്ടിങ്. എക്സും വൈയും ഉള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. സെറ്റ് ഇല്ലല്ലോ, XY പ്ലെയിനിൽ നമ്മൾ സെറ്റ് യൂസ് ചെയ്തേ ഇല്ല. അപ്പൊ സെറ്റ് ആണ് ഈ ഒരു തേർഡ് റോയിൽ തേർഡ് കോളത്തിലും വരുന്ന ഈ ഒരു എൻട്രി Z ആക്സിസിന് കറസ്പോണ്ടിങ് ആണ്. സോ XY പ്ലെയിനിൽ സെറ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ -1 കൊടുക്കാം. അപ്പൊ XY പ്ലെയിന് ബേസ് ചെയ്തുകൊണ്ട് റിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ സെറ്റിന് കറസ്പോണ്ടിങ് എൻട്രി എന്ത് കൊടുക്കുക, -1 കൊടുക്കുക. എക്സും വൈക്കും കറസ്പോണ്ടിങ് എൻട്രീസ് എന്ത് കൊടുക്കുക, 1 കൊടുക്കുക. പിന്നെ നമ്മളോട് YZ പ്ലെയിനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റൊട്ടേഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ എക്സ് ആബ്സെന്റ് ആണ്. അപ്പൊ എക്സിന് കറസ്പോണ്ടിങ് എൻട്രി ഫസ്റ്റ് എൻട്രി ആണല്ലോ, ഫസ്റ്റ് എൻട്രി -1. YZ-ന് കറസ്പോണ്ടിങ് നിങ്ങൾ 1 കൊടുക്കുക, ബാക്കി കംപ്ലീറ്റ് എൻട്രീസ് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ചെയ്ത് അബൌട്ട് റിഫ്ലക്ഷൻ. അപ്പൊ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. സ്റ്റാൻഡേർഡ് മെട്രിക്സ് എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ ഏത് പ്ലെയിനിനെ ബേസ് ചെയ്തിട്ടാണ് റിഫ്ലക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, ആ പ്ലെയിൻ ഇപ്പൊ XY പ്ലെയിൻ ആണെങ്കിൽ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് എലമെന്റ് അല്ലെങ്കിൽ നമ്പർ 1 കൊടുക്കുക, അല്ലാത്ത ആൾക്ക് -1 കറസ്പോണ്ടിങ് കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോളജും റിഫ്ലക്ഷനെ പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഒരാൾക്കും ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് കാണുന്ന ചോദ്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണുന്നത്, നമുക്കൊരു മെട്രിക്സ് തന്നു നോക്കുക. 1 1 1 ABC, B+C, C+A, A+B. നമ്മൾ എലമെന്ററി റോ ഓപ്പറേഷൻസോ എലമെന്ററി കോളം ഓപ്പറേഷൻസോ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. പരസ്പരം റോസ് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടൊരു ഡിഫറൻസ് വരുന്നുണ്ട് ഡിറ്റർമിനന്റിന്. അല്ലാത്ത റോ ഓപ്പറേഷൻസിനൊന്നും എന്തില്ല, അതായത് എല്ലാത്ത റോ ഓപ്പറേഷൻ മീൻസ് തേർഡ് റോ ഓപ്പറേഷൻ, അതായത് ഇങ്ങനെ RI ഇംപ്ലൈസ് RI + KRJ ഇതുപോലെയുള്ള റോ ഓപ്പറേഷൻസ് നമ്മൾ ഒരു ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ ചെയ്താൽ ഡിറ്റർമിനന്റിന് എന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. അല്ലാത്ത ആദ്യത്തെ 2 റോ ഓപ്പറേഷൻസിലും ഡിറ്റർമിനന്റിന് മാറ്റം വരുന്നുണ്ട്. ഈ ഒരു റോ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് കോളം ഓപ്പറേഷനോ നമ്മൾ അപ്ലൈ ചെയ്താൽ എന്ത് മാറ്റം വരില്ല, ഡിറ്റർമിനന്റിന് മാറ്റം വരില്ല. പരസ്പരം റോകൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ ഏതെങ്കിലും ഒരു റോനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ഡിറ്റർമിനന്റിന് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുമ്പോൾ ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഒന്നുകൂടെ അത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഡിറ്റർമിനന്റ് കാണണം. നമ്മൾ നോക്കിയതാ സെക്കൻഡ് കോളവും തേർഡ് കോളവും നമ്മൾ നന്നായിട്ടൊന്ന് നോക്കുക. സെക്കൻഡ് കോളത്തിൽ ഇവിടെ A, ഇവിടെ B+C. അത് ഈ സെക്കൻഡ് കോളവും C1-ഉം അതുപോലെ തന്നെ C1 അല്ല C2-ഉം C3-യും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ A+B+C എന്ന് കിട്ടും അല്ലെ. എന്ത് കിട്ടും, A+B+C എന്ന് കിട്ടും. രണ്ടാമത്തെ റോയിൽ നോക്കൂ, C2-ഉം C3-യും കൂടെ കൂട്ടിയാൽ ഇതേപോലെ B-യും C+Aയും കൂടെ കൂട്ടും ആരെ തന്നെയാ കിട്ടുക, A+B+C. ലാസ്റ്റ് റോയും ഇതേപോലെയാണ്. സെക്കൻഡ് കോളവും തേർഡ് കോളവും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, A+B+C. അപ്പൊ ഞാൻ ഇവിടെ ഒരു റോ ഓപ്പറേഷൻ അല്ല കോളം ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ രണ്ടാമത്തെ കോളത്തിനെയും മൂന്നാമത്തെ കോളത്തിനെയും കൂടെ കൂട്ടിയാൽ ഒരേ നമ്പർ കിട്ടുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു പർട്ടിക്കുലർ
കോളം ഓപ്പറേഷൻ കൊടുക്കുകയാണ്. രണ്ടാമത്തെ കോളത്തിനാണ് ഞാൻ ആ ഓപ്പറേഷൻ കൊടുക്കുന്നത്. രണ്ടാമത്തെ കോളത്തിന് എന്ത് മാറ്റം വരുത്തുന്നു? രണ്ടാമത്തെ കോളം പ്ലസ് മൂന്നാമത്തെ കോളം. കണ്ടോ, നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിന്ന് രണ്ടാമത്തെ കോളത്തിൽ കിട്ടുവാണ്. നമ്മൾ C2 എന്ന് പറയുന്ന കോളത്തിൽ എന്ത് ഓപ്പറേഷൻ കൊടുക്കുന്നു? C2 പ്ലസ് C3 ഓപ്പറേഷൻ കൊടുക്കുന്നു. രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും കൂടെ കൂട്ടിയിട്ട് കറസ്പോണ്ടിങ് എൻട്രി ആണ് നമ്മൾ അവിടെ എഴുതി കൊടുത്തത്. ബാക്കി രണ്ട് കോളങ്ങൾക്കും ഒരു മാറ്റവും. ഈ രണ്ടാമത്തെ കോളത്തിൽ ഒരേ എലമെന്റ് വരുന്നതുകൊണ്ട് അവരെ നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഇതുപോലെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്തോട്ട് എടുക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ എൻട്രി കംപ്ലീറ്റ് 1 വരും. രണ്ടാമത്തെ എൻട്രി ഈ എ പ്ലസ് ബി പ്ലസ് സി പുറത്തു പോയതുകൊണ്ട് കംപ്ലീറ്റ് എൻട്രി എന്തായി മാറും? 1 ആയിട്ട് മാറും. ആൻഡ് ലാസ്റ്റ് എൻട്രി അതേപോലെ നിൽക്കും. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ രണ്ടാമത്തെയും ഒന്നാമത്തെയും കോളം സെയിം ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ട് കോളങ്ങളോ അല്ലെങ്കിൽ രണ്ട് റോസോ ഈക്വലോ പ്രൊപ്പോർഷണലോ ആയി കണ്ടാൽ നിങ്ങൾക്ക് പറയാം ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് 0 ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 0 ആൻസർ എന്തും തന്നെ കിട്ടും? 0 എന്ന് തന്നെ കിട്ടും. ഓർത്തിരിക്കാം, നല്ലൊരു ചോദ്യമാണ്. നമ്മൾ ഇവിടെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ കോളവും മൂന്നാമത്തെ കോളവും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും എന്നുള്ള ഐഡിയ അനുസരിച്ചിട്ടാണ്. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്ന സെയിം നമ്പർ കിട്ടും എന്നുള്ള ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റി. എന്നിട്ട് കിട്ടിയ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയി. അങ്ങനെ നമുക്ക് ടോട്ടൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്താണെന്ന് കിട്ടി? 0 ആണ് എന്ന് കിട്ടി. സോ ഓപ്ഷൻ 1 ആണ് ട്രൂ ആയിട്ട് ഉള്ളത്. ഓപ്ഷൻ 1 ആണ് ട്രൂ ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തില്ല അല്ലെ? ഇവിടെ നോക്കൂ, ഇവിടെ ഇതാ നമ്മുടെ മെട്രിക്സ് എ ആണ് കേട്ടോ. നമ്മുടെ മെട്രിക്സ് എ ആണ്. 1 1 -1 XY പ്ലെയിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റിഫ്ലക്ഷൻ, സോറി റൊട്ടേഷൻ, റിഫ്ലക്ഷൻ അല്ല റൊട്ടേഷൻ, റിഫ്ലക്ഷൻ മാറിപ്പോയി, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ലേ? റിഫ്ലക്ഷൻ ആണ്, സോറി. റെഡി. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരാണ്. നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് പറയാണ് ഇതൊരു സിംഗുലർ മെട്രിക്സ് ആണ്. then we want to find the value of lambda. നമുക്കറിയാം ഒരു മെട്രിക്സ് എ സിംഗുലർ ആവണമെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു മെട്രിക്സ് സിംഗുലർ ആണ് എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് നോൺ സിംഗുലർ. അപ്പൊ ഈ തന്നിട്ടുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ പ്രശ്നം തീർന്നു. ഡിറ്റർമിനന്റ് കണ്ടാലല്ല, ആ ഡിറ്റർമിനന്റ് വാല്യൂ എന്തിന് ഇക്വേറ്റ് ചെയ്യുക? 0 ഇക്വേറ്റ് ചെയ്യുക. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 0 എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. നോക്കൂ, ഡിറ്റർമിനന്റ് കാണുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എൻട്രീനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? ഫസ്റ്റ് എൻട്രീനെ 4 8 5 10 എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. -3 ഇൻറ്റു ആ 3 ഉള്ള റോയും കോളവും ഒഴിവാക്കുമ്പോൾ 2 8 3 5 കിട്ടും. അതിന്റെ ഡിറ്റർമിനന്റോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് ലാംഡ പ്ലസ് 2 എടുത്തിട്ട് അതിലുള്ള റോയും കോളവും ഒഴിവാക്കിയിട്ട് 2 4 3 5ന്റെ ഡിറ്റർമിനന്റിനെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ഇക്വേറ്റ് ചെയ്തു. 0 ഇക്വേറ്റ് ചെയ്തു. ആൻഡ് ഇക്വേഷൻസ് നമ്മൾ ഇതുപോലെ സോൾവ് ചെയ്തു വന്നു. സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി അവസാനം? ലാംഡയുടെ വാല്യൂ 4 ആണെന്ന് കിട്ടി. അതൊന്നുമില്ല, ഈ 1 3 ലാംഡ പ്ലസ് 2 2 4 8 3 5 10 എന്ന് പറയുന്ന ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അത് നമ്മൾ സോൾവ് ചെയ്ത് വന്നപ്പോൾ ലാംഡയിലുള്ള ഒരു ഇക്വേഷൻ ആണത്. അത് നമുക്ക് 0 എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ലാംഡയുടെ വാല്യൂ 4 എന്ന് കിട്ടും. സ്റ്റെപ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണല്ലോ ഡിറ്റർമിനന്റ് കാണുന്ന രീതിയൊക്കെ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് കേട്ടോ. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ജസ്റ്റ് ആ സ്റ്റെപ്പിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി കേട്ടോ. റെഡിയാണേ? സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. സോ ആ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാംഡയുടെ വാല്യൂ എന്തെന്ന് കിട്ടിയിട്ടുണ്ട്? ഇവിടെ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ആൻസർ 4 ആണ്. ഓക്കെ, റെഡിയാണേ? സെറ്റ് ആണേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാണ്. അടുത്ത ചോദ്യവും നല്ല ചോദ്യമാണ് കേട്ടോ. For which of the following values of lambda and mu the system of equation x plus y plus z equal to 6, x plus 2y plus 3z equal to 10, x plus 2y plus lambda z equal to mu has no solution? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു. 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട് അല്ലെ? എക്സ് വൈ സെറ്റ് 3 വേരിയബിളും. ആ 3 വേരിയബിളിലുള്ള 3 ഇക്വേഷൻ തന്നിട്ട് പറയുവാണ് നമുക്ക് ലാംഡയ്ക്കും മ്യൂവിനും എന്ത് വാല്യൂസ് കൊടുക്കാം. സോ ദാറ്റ് ദ ഇക്വേഷൻ ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഈ സിസ്റ്റത്തിന് എന്തുണ്ടാവാൻ പാടില്ല? സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ ആവണമെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്ത്, മ്യൂയുടെ വാല്യൂ എന്തെന്നാണ് ചോദ്യം. നോക്കാം, നമുക്ക് കൺസെപ്റ്റ് അറിയണമല്ലോ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെ? For a system of non-homogeneous linear equations ax equal to b അല്ലെ? നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ പൊതുവെ ax equal to b എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ax equal to b എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ ax equal to b എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. ഒരു സിസ്റ്റം ഓഫ് നോൺ ഹോമോജീനസ് ലീനിയർ ഇക്വേഷൻ തന്നു. നോൺ ഹോമോജീനസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഈക്വൽ ടു 0 അല്ലാതിരിക്കുക. കണ്ടോ, അവിടെ 6ഉം 10ഉം ലാംഡയാണ്. ഇത് 3ഉം 0 ആണെങ്കിൽ അത് ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്.
നമുക്ക് 3 ഇക്വേഷൻ തന്നു, എക്സിലും വൈയിലും സെറ്റിലും, അതെല്ലാം ഈക്വൽ ടു 0 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. കാരണം ഈക്വൽ ടു 0 അല്ല, അറ്റ്ലീസ്റ്റ് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഈക്വൽ ടു 0 അല്ല എങ്കിൽ അത് നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ ഈക്വൽ ടു 6 ആണ്, സെക്കൻഡ് ഈക്വൽ ടു 10 ആണ്, തേർഡ് വൺ ഈക്വൽ ടു മ്യൂ ആണ്. മൂന്നും 0 അല്ല, മൂന്നും 0 അല്ലാത്തതുകൊണ്ട് ഇത് നോൺ ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എടുക്കണം. ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എടുക്കുന്നു. അതിന്റെ റാങ്ക് ഓഫ് എക്ക് ഈക്വൽ അല്ല എങ്കിൽ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. സിസ്റ്റത്തിന് എന്ത് ഉണ്ടാവില്ല? സൊല്യൂഷൻ ഉണ്ടാവില്ല. അടുത്ത കേസ് പറയുന്നു, ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് മെട്രിക്സിന്റെ തന്നെ റാങ്കിന് ഈക്വൽ ആയി, അതായത് നമ്പർ ഓഫ് അൺനോൺസിന് അത് ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന് യുണീക് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും നമ്മുടെ മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആണെങ്കിലേ നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അത് നമ്മുടെ അൺനോൺസിനും കൂടി ഈക്വൽ ആയി. ആ ഒരു റാങ്ക് നമ്മുടെ അൺനോൺസ്, അതായത് എക്സ് വൈ സെറ്റിന്റെ, അതായത് വേരിയബിൾസിന്റെ എണ്ണത്തിന് ഈക്വൽ ആയെങ്കിൽ അത്തരം സിസ്റ്റത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉണ്ടാവത്തുള്ളൂ. ഇനി അങ്ങനെയല്ല, നമുക്ക് റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബിയും റാങ്ക് ഓഫ് ദ മെട്രിക്സ് എയും ഈക്വൽ ആയി കിട്ടി, അത് അൺനോൺസിന് ഈക്വൽ അല്ല, നമ്പർ ഓഫ് വേരിയബിൾസിന് ഈക്വൽ അല്ല എങ്കിൽ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കേസ് അതാണ്. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണ്, പക്ഷെ അതെന്തിന് ഈക്വൽ അല്ല? നമ്പർ ഓഫ് അൺനോൺസിന് അല്ലെങ്കിൽ വേരിയബിൾസിന് ഈക്വൽ ആയില്ല. എക്സ് വൈ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അൺനോൺസ് ഇല്ലേ, വേരിയബിൾസ് ഇല്ലേ, കണ്ടുപിടിക്കേണ്ട ആൾക്കാർ, അവരെയാണ് അൺനോൺസ് എന്ന് പറയും. അവർക്ക് ഈക്വൽ ആയിട്ടില്ല എങ്കിൽ അവിടെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ നോക്കേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ് എടുക്കുക, അതിന്റെ റാങ്ക് എന്താണെന്ന് നോക്കുക. ആ റാങ്ക് തന്നെയായിരിക്കണം നമ്മുടെ മെട്രിക്സിന്റെയും റാങ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻസ് ഇവരാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6, എക്സ് പ്ലസ് 2y പ്ലസ് 3z ഈക്വൽ ടു 10, എക്സ് പ്ലസ് 2y പ്ലസ് ലാംഡ സെഡ് ഈക്വൽ ടു മ്യൂ. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇവിടെ നമുക്കറിയാം 3 അൺനോൺസ് ഉണ്ട്, എക്സും വൈയും സെറ്റും. ഇവരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലാംഡയും മ്യൂ കോൺസ്റ്റന്റുകളാണ്, നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ അത് വേരിയബിൾ അല്ല, ഫിക്സഡ് ആയ നമ്പേഴ്സ് ആണ്. എന്തായാലും അവര് എക്സും വൈ സെറ്റും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ വേരിയബിൾസ് ഇവിടെ ആകെ, അല്ലെങ്കിൽ അൺനോൺസ് ഇവിടെ ആകെ എത്ര പേരേ ഉള്ളൂ? 3 പേരേ ഉള്ളൂ. ലാംഡയും മ്യൂ ഒക്കെ ഒരു നമ്പർ ആണ്, ഫിക്സഡ് നമ്പർ ആണ്, നമുക്ക് അറിയില്ലെന്നേ ഉള്ളൂ. നമ്മൾ അൺനോൺസിലേക്ക് അവർ എടുക്കാൻ പാടില്ല. ഇവിടെ ടോട്ടൽ എത്ര അൺനോൺസേ ഉള്ളൂ? 3 അൺനോൺസേ ഉള്ളൂ. ഇതിന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവരുടെ കോഎഫിഷ്യൻസ് എടുക്കുക, എക്സിന്റെയും വൈയുടെയും സെറ്റിന്റെയും കോഎഫിഷ്യൻസ് എടുക്കുക. 1 1 1 ആണല്ലോ, 1 1 1. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആ ഈക്വൽ ടു നമ്പർ എത്രയാണോ അത് എടുത്തിരിക്കുക, 6. ഇത് എയുടെ പാർട്ടാണ്. ഫസ്റ്റത്തെ ഇവിടെ വരെയുള്ള പാർട്ട് എയുടെ പാർട്ടാണ്, ഇവിടെ കോൺസ്റ്റന്റിന്റെ പാർട്ട് വരും. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. സെക്കൻഡ് കോഎഫിഷ്യൻസ് എടുത്ത് ചെയ്ത 1 2 3 1 2 3 കോൺസ്റ്റന്റ് ടേം 10 ഇട്ടു. ആൻഡ് തേർഡ് 1 2 ലാംഡ അല്ലെ, 1 2 ലാംഡ ആൻഡ് ഇവിടെ കോൺസ്റ്റന്റ് ടേം മ്യൂ ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് റൈറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓഗ്മെന്റഡ് മെട്രിക്സ്. ഇവിടെ നമ്മൾ റോ ഓപ്പറേഷൻസ് ചെയ്യുവാണ്. നമ്മൾ ചെയ്യുന്ന റോ ഓപ്പറേഷൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ 2 പേരെ, ഈ 2 റോകളിലുമുള്ള ഫസ്റ്റ് എൻട്രീസിന് 0 ആകുന്ന തരത്തിലുള്ള റോ ഓപ്പറേഷൻ ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്താ, രണ്ടാമത്തെ റോയിൽ ചെയ്യുന്നത് രണ്ടാമത്തെ റോയിൽ നിന്ന് ഒന്നാമത്തെ റോയിലുള്ള എലമെന്റ്സ് മൈനസ് ചെയ്യുന്നു. അപ്പൊ 1 - 1 ഇവിടെ 0 കിട്ടും. സോ അതേ ഓപ്പറേഷൻസ് ബാക്കിയുള്ള എൻട്രീസിനും കൂടെ ചെയ്യാം. 2 - 1 1 വരും, 3 - 1 2 വരും, 10 - 6 4 വരും. അപ്പോ എനിക്ക് ഈ ഒരു എൻട്രീനെ, ഈ 1നെ എന്താക്കാൻ പറ്റി? ഈ റോ ഓപ്പറേഷൻ ചെയ്തപ്പോൾ 0 ആക്കാൻ പറ്റി. എനിക്ക് ഈ ഒരു 1നെയും കൂടെ എന്താക്കണം? 0 ആക്കണം. ഇത് ആരെ വെച്ചിട്ട് തന്നെയാ ചെയ്യുന്നത്? ഫസ്റ്റ് റോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ 1 ആണ് 1 ആണ്. അപ്പം റോ 3യിൽ നിന്നും റോ 1 മൈനസ് ചെയ്യുക എഗെയിൻ. അപ്പൊ 1 - 1 എനിക്ക് ഇവിടെ 0 കിട്ടി. 2 - 1 1, ലാംഡ - 1 ലാംഡ - 1 മ്യൂ -6 എന്ന് കിട്ടി. ഇതുവരെ സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാനിതാ ഈ കിടക്കുന്ന 1നെ 0 ആക്കാൻ പോവുകയാണ്. ഈ കിടക്കുന്ന 1നെ 0 ആക്കാൻ ഞാൻ റോ 2 ആണ് നോക്കുന്നത്. റോ 2നെ ബേസ് ചെയ്തിട്ടാണ് അയാളെ 0 ആക്കുന്നത്. നോക്കുമ്പോൾ റോ 2ലും 1 തന്നെയാണുള്ളത്, കറസ്പോണ്ടിങ് എൻട്രി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? റോ 3യിൽ നിന്ന് റോ 2 മൈനസ് ചെയ്യാണ്. സോ ഫസ്റ്റ് 0 - 0 0 എന്ന് വരും, 1 - 1 0 എന്ന് വരും, ലാംഡ -1 -2. ഓൾറെഡി ലാംഡ -1 ആണ്, അതിൽ നിന്ന് ഒരു 2 കൂടെ പോകുമ്പോൾ ലാംഡ -3 ആവും. മ്യൂ -6 എന്ന് 4 കുറയ്ക്കുമ്പോൾ മ്യൂ -10 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമിലോട്ട് നമ്മുടെ ഓഗ്മെന്റഡ് മെട്രിക്സ് എത്തിയിട്ടുണ്ട്. നിർത്താം. നമുക്കറിയാം ഈ ഫസ്റ്റ് പാർട്ട് മെട്രിക്സ് എക്ക് കറസ്പോണ്ടിങ് ആണ്. ഇവിടെ ഇത് മുതൽ ഇവിടെ വരെ ഇയാളെയും കൂടെ ചേർക്കുമ്പോഴാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി കിട്ടുന്നത്.
അപ്പൊ റാങ്ക് ഓഫ് എ എന്ന് പറയുന്ന ആള് റാങ്ക് ഓഫ് എ ബിക്ക് ഈക്വൽ അല്ലെങ്കിലാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. നമ്മളോട് ചോദിക്കുന്നത് ഏത് വാല്യൂ ലാംഡയ്ക്കും മ്യൂനും കൊടുക്കുമ്പോഴാണ് നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്തത്. അപ്പൊ നമുക്ക് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഡിഫറെന്റ് ആക്കണം. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും എന്താക്കണം? ഡിഫറെന്റ് ആക്കണം. അത് ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ലാംഡയ്ക്കും മ്യൂവിനും എന്ത് കൊടുക്കാം, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലാംഡയ്ക്കും മ്യൂവിനും എന്ത് കൊടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. നന്നായി ഒന്ന് ചിന്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലാംഡ മൈനസ് മ്യൂ 3, ലാംഡ മൈനസ് 3 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് വിചാരിക്കാം. ലാംഡ മൈനസ് 3 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ മൈനസ് 3 ഒരു നമ്പർ ആയിരിക്കും. എക്സാമ്പിൾ 2 ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ 2 വന്നു എന്ന് വിചാരിക്കാം. 2 വന്നാൽ നിങ്ങൾ നോക്കൂ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് 3 അല്ലേ? ആണ്, ഉറപ്പാണ്. കാരണം എന്താ? നമുക്കറിയാം റാങ്ക് നോക്കാൻ. ഇവിടെ നോക്കിയാൽ നമുക്ക് അറിയാം, ഇവിടെ ഫസ്റ്റ് എൻട്രി 1, ഇവിടെ ഫസ്റ്റ് എൻട്രി 1, സെക്കൻഡ് എൻട്രി 1 ആണ്, ഇവിടെ 0 ആണ്. 0 0 സം നമ്പർ 2. ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടാൽ നമുക്ക് നോട്ട് ഈക്വൽ ടു 0 എന്നേ കിട്ടുള്ളൂ. ഇവിടെ നോൺ സീറോ എൻട്രിയാ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ റാങ്ക് 3 ആയിരിക്കും. അപ്പൊ ഉറപ്പാണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എടുത്താലും, എ ബി എന്ന് പറയുന്നത് ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ്. അതൊരു 3/4 മെട്രിക്സ് ആണ്. 3/4 മെട്രിക്സിന്റെ റാങ്ക് കൂടി പോയാൽ 3 ആവത്തുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3/4 മെട്രിക്സിന്റെ റാങ്ക് കൂടി പോയാൽ 3 ആവത്തുള്ളൂ. ഇവിടെ എത്ര എന്താ പറയണ്ടേ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തേർഡ് റോയും ഉറപ്പായിട്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് റാങ്ക് ഓഫ് എ 3 ആയത്. അതേ കൺസെപ്റ്റ് റാങ്ക് ഓഫ് എ അല്ലെങ്കിൽ എ ബിയിലേക്ക് കൊണ്ടുവരുമ്പോഴും എ ബി എന്ന് പറയുന്ന മെട്രിക്സിനും 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണുള്ളത് എന്ന് പറയാം. അവിടെയും റാങ്ക് എന്തായി മാറും? 3 ആയി മാറും. അപ്പൊ ആ കേസിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആവും. അപ്പൊ ആ കേസിൽ അവർക്ക് സൊല്യൂഷൻ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് സൊല്യൂഷൻ വേണ്ട. സൊല്യൂഷൻ വേണ്ട എന്ന് പറയണമെങ്കിൽ ഇയാൾ എന്താവണം ആവണം? ലാംഡ മൈനസ് 3 എന്താവണം? 0 ആവണം. ലാംഡ മൈനസ് 3 0 ആണെങ്കിൽ മാത്രമേ നോ സൊല്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുള്ളൂ. ലാംഡ മൈനസ് 3 0 അല്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിനാണെങ്കിലും എ എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിനാണെങ്കിലും 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട്. 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെങ്കിൽ അവിടെ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 3 ആവുകയും ഈക്വൽ ആവുകയും ചെയ്യും. അപ്പൊ അവിടെ സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മനസ്സിലാക്കുക ലാംഡ മൈനസ് 3 വാല്യൂ 0 ആയേ പറ്റത്തുള്ളൂ. ലാംഡ മൈനസ് 3 0 ആയി. അപ്പൊ നമുക്ക് പറയാം ഇത് 0 ആണെങ്കിൽ, ലാംഡ മൈനസ് 3 0 ആണെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം എന്തൊക്കെയാ? ലാംഡ മൈനസ് 3 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാസ്റ്റ് റോ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. എന്ന് പറയുന്ന മെട്രിക്സിന്റെ ലാസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആണ്. അപ്പൊ ലാസ്റ്റ് റോ കംപ്ലീറ്റ് 0 ആയ റോനെ നമ്മൾ ഇൻഡിപെൻഡന്റ് റോയിൽ കൂട്ടാൻ പാടില്ല. അത് ഡിപെൻഡന്റ് റോ ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പൊ എത്ര റോസ് ഉണ്ടെന്ന് നോക്കുമ്പോൾ 1 2 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസേ ഉള്ളൂ. അപ്പൊ റാങ്ക് ഓഫ് എ നമുക്ക് ആ കേസിൽ റാങ്ക് ഓഫ് എ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പൊ ലാംഡ മൈനസ് 3 0 ആണ് എങ്കിൽ റാങ്ക് ഓഫ് എ എത്രയാന്ന് കിട്ടും? 2 ആണെന്ന് കിട്ടും. ആ കേസിൽ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്താവാൻ പാടില്ല? 2 ആവാൻ പാടില്ല. ഇവരുടെ രണ്ടുപേരുടെയും റാങ്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം എന്തായിരുന്നാലും റാങ്ക് ഓഫ് എ ബി എന്തായാലും റാങ്ക് ഓഫ് എനേക്കാളും കുറയാൻ പോകുന്നില്ല അല്ലെ? റാങ്ക് ഓഫ് എ ബി ഒന്നും റാങ്ക് ഓഫ് എ 2 ആകുന്ന കേസ് അങ്ങനെയൊന്നും വരൂല. ഉറപ്പായിട്ടും റാങ്ക് ഓഫ് എനേക്കാളും കൂടുതലോ ഈക്വലോ ആവുകയുള്ളൂ ആര്? റാങ്ക് ഓഫ് എ ബി. അപ്പൊ നമുക്ക് ഇനിയിപ്പോ എന്ത് ഉണ്ടാക്കാൻ പറ്റൂ? റാങ്ക് ഓഫ് എ ബി എന്താക്കാനേ പറ്റുള്ളൂ? റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ റാങ്ക് 3 ആക്കാനേ നമുക്ക് പറ്റുള്ളൂ, സൊല്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സൊല്യൂഷൻ വേണമെങ്കിൽ 2 ആക്കാം റാങ്ക്, പക്ഷെ സൊല്യൂഷൻ വേണ്ട. അപ്പൊ റാങ്ക് ഓഫ് എ ബി നമ്മൾ എന്താക്കണം? 3 ആക്കണം. അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ ആളെ കണ്ടോ, മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 ആക്കണം. മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിനെ 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടാവുള്ളൂ. മ്യൂ മൈനസ് 10 കൂടെ 0 ആണെങ്കിൽ അഗെയിൻ എ ബി എന്ന് പറയുന്ന മെട്രിക്സിനും എന്താണ്? 2 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് വരും. അവിടെ റാങ്ക് 2 ആയിരിക്കും. സോ മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ എ ബി എന്ന് പറയുന്ന ഓഗ്മെന്റഡ് മെട്രിക്സിന് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടാവത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കണം. അപ്പൊ ലാംഡ മൈനസ് 3 0 ആവണമെങ്കിൽ ലാംഡയുടെ വാല്യൂ 3 ആവണം. മ്യൂ മൈനസ് 10 നോട്ട് ഈക്വൽ ടു 0 ആവണമെങ്കിൽ മ്യൂയുടെ വാല്യൂ എന്താവാൻ പാടില്ല? 10 ആവാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഈ കിടക്കുന്ന ആളെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ഈ ആളെ നോട്ട് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. ഒന്നും മനസ്സിലാവാത്തവർ അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്ത് അതിനെ ഇതേപോലെ ഈ 2 എൻട്രീസ് 0 ആക്കുക, ഈ എൻട്രിയും 0 ആക്കുക. അങ്ങനെ 0 ആക്കി റോ ഓപ്പറേഷൻസിലൂടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെയുള്ള ഈ എൻട്രീനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ഇയാളെ നോട്ട് ഈക്വൽ ടു 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൻസർ ആയിരിക്കും സൊല്യൂഷൻ ഇല്ലാത്ത കേസ്. സൊല്യൂഷൻ ഇല്ലാത്ത കേസ് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ ലാംഡ മൈനസ് 3 0 ആകണമെങ്കിൽ ലാംഡയുടെ വാല്യൂ 3 ആണ്. ലാംഡയുടെ വാല്യൂ 3 ആയ 2 ഓപ്ഷൻസ് ഉണ്ട്, ബാക്കി രണ്ടും വെട്ടാം. മ്യൂയുടെ വാല്യൂ 10 ആവാൻ പാടില്ല എന്ന് പറയുന്നു. സോ ഓപ്ഷൻ A1 ആണ് ഇവിടെ ട്രൂ ആയിട്ട് ഉള്ളത്. ഓപ്ഷൻ 1 ആണ് അവിടെ എന്ത്? ട്രൂ ആയിട്ടുള്ളത്.
ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ലാംഡയുടെ വാല്യൂ 3ക്ക് ഈക്വൽ ആയിരുന്നില്ല എങ്കിൽ ഇവിടെ എന്തായാലും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. ലാംഡയുടെ വാല്യൂ 3 അല്ലായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും അവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുമായിരുന്നു. കാരണം റാങ്ക് ഓഫ് എ എന്താകുമായിരുന്നു, റാങ്ക് ഓഫ് എ 3 ആകുമായിരുന്നു, റാങ്ക് ഓഫ് എ ബി എന്താകുമായിരുന്നു, 3 ആകുമായിരുന്നു. രണ്ടിലും ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസിന്റെ എണ്ണം 3 ആകുമായിരുന്നു. സോ ആ കേസിൽ എന്തായിരുന്നാലും സൊല്യൂഷൻ ഉണ്ടാവും. അപ്പൊ λ-3 0 ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു നോ സൊല്യൂഷൻ എന്ന് പറയുന്ന കേസിലോട്ട് പോകാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അതത്രേ ഉള്ളൂ. The value of k for which the following system of linear equation has non-trivial solution. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് പറയുവാണ് ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ k യുടെ വാല്യൂ എന്താണ്. ഇപ്പൊ ഈ കേസ് നിങ്ങൾ മനസ്സിലാക്കുക, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 0 0 0 അല്ലാത്ത ഏതോ ഒരു സൊല്യൂഷൻ. ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹോമോജിനസ് സിസ്റ്റം ആണ് കേട്ടോ, ഹോമോജിനസ് സിസ്റ്റം ആണ് തന്നിട്ടുള്ളത്. കാരണം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എല്ലാം വരുന്നത് 0 ആണ്, ഓൾ ആർ 0, എല്ലാം 0 ആണ്. സോ ഇതൊരു ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഒന്നെങ്കിൽ അതിന്റെ ട്രിവിയൽ സൊല്യൂഷനേ ഉണ്ടാവത്തുള്ളൂ. ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സും വൈയും സെറ്റും 0 ആവുക. എക്സും വൈയും സെറ്റും 0 ആകുന്ന ഈ സൊല്യൂഷനെയാണ് നമ്മൾ ട്രിവിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അല്ലാത്ത ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സൊല്യൂഷനും കൂടെ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷന് വരുന്നുണ്ട് എങ്കിൽ അവിടെ അതിന് നോൺ ട്രിവിയൽ ആയിട്ട് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയും. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനോ പക്കായിട്ട് നമുക്ക് പറയാം 0 0 0 അതിന്റെ സൊല്യൂഷൻ ആണ്, ഉറപ്പാണത്. ഈ നോൺ ഹോമോജിനസ് സിസ്റ്റം ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു സൊല്യൂഷൻ ആയിരിക്കും 0 0 0. അല്ലാത്തത് ആരാന്ന് നോക്കണമെങ്കിൽ, അല്ലാത്തത് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ ആളുടെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ മെട്രിക്സ് എടുത്ത് എഴുതുക. അതിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ മാത്രമേ അതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവൂ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന് യുണീക് സൊല്യൂഷനേ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലാക്കി കളഞ്ഞോളൂ. നിങ്ങളുടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ നിങ്ങൾക്ക് യുണീക് സൊല്യൂഷനേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ യുണീക് സൊല്യൂഷൻ ആവരുത്. അല്ലെ, യുണീക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരായി പോകും, എക്സും വൈയും സെറ്റും 0 ആയി പോകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, നിങ്ങൾ ഡിറ്റർമിനന്റ് കാണാൻ ഇക്വേറ്റ് ചെയ്യുക 0ക്ക്, ഡിറ്റർമിനന്റ് കാണാൻ ഇക്വേറ്റ് ചെയ്യുക 0ക്ക്. സോ കിട്ടുന്ന വാല്യൂ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുക. ഇതിന്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുത്ത് എഴുതി നോക്കൂ. അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുവാണ്, ഇക്വേറ്റ് ചെയ്യാണ് 0 നോട്ട്. നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടു, നമ്മൾക്ക് ഒരു കെയുടെ ഇക്വേഷൻ കിട്ടി. കെയുടെ ഇക്വേഷനിൽ നമുക്ക് 12 ഈക്വൽ ടു 3k എന്നും കെയുടെ വാല്യൂ 4 എന്നും കാണാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹോമോജിനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നിട്ട് ഇതിന്റെ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു തന്നിട്ടുള്ള ഇക്വേഷനിലെ കോഎഫിഷ്യൻസിനെ ഉണ്ടാക്കി ഒരു ഡിറ്റർമിനന്റ് ഫോം ചെയ്യുക. ആ ഡിറ്റർമിനന്റ് ഇക്വേറ്റ് ചെയ്യുക എന്തിനോട്, 0നോട്. സോ കിട്ടുന്ന വാല്യൂ ഓഫ് കെ എന്താണോ അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കെയുടെ വാല്യൂ 4 ആണെങ്കിൽ ഇതിന് നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ, നോൺ ട്രിവിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ അത്രയും മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ വേറെ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല. കെയുടെ വാല്യൂ എന്താണ്, 4 ആണ്, മനസ്സിലാക്കുക. ഇനി ഇതിന് യുണീക് സൊല്യൂഷൻ എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങൾ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുക, ഇക്വേറ്റ് ചെയ്യുക, നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ കേസിൽ നിങ്ങൾ പറയണം ഇതിന് യുണീക് സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണം. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആവണമെങ്കിൽ കെയുടെ വാല്യൂ എന്താവാൻ പാടില്ല, 4 ആവാൻ പാടില്ല. കെയുടെ വാല്യൂ 4 അല്ലെങ്കിൽ അതിന് എന്ത് ഉണ്ടാവുള്ളൂ, യുണീക് സൊല്യൂഷനേ ഉണ്ടാവത്തുള്ളൂ. കെയുടെ വാല്യൂ 4 അല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ എന്ത് കിട്ടില്ല, 0 കിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആ കേസിൽ നമുക്ക് യുണീക് സൊല്യൂഷൻ ആയിരിക്കും കിട്ടുക. ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ, കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്, കുറച്ചു പേർക്കെങ്കിലും അതിന്റെ നൊട്ടേഷൻ പരമായി ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് വന്നിരിക്കാം, എന്നാലും എളുപ്പമുള്ള ഒരു ചോദ്യമാണ്, മനസ്സിലാക്കുക. ഈ നൊട്ടേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അറിയുന്നവർക്ക് വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. എ എന്ന് പറയുന്നത് ഡയഗണൽ 3 - 5 7 എന്താ മീൻ ചെയ്യുന്നതെന്ന് അറിയോ? ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. എ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ആ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് ആണ് ആരെല്ലാം, 3 -5 7. അപ്പൊ അതിനെങ്ങനെ എഴുതാം നോക്കൂ, മെട്രിക്സ് വരയ്ക്കുക. ഡയഗണൽ എൻട്രീസ് 3 പേരാ, അപ്പൊ 3/3 മെട്രിക്സ് ആയിരിക്കും. ഡയഗണൽ 3 എൻട്രീസ് വരണമെങ്കിൽ അത് 3/3 മെട്രിക്സ് അല്ലേ. എന്നിട്ട് 3 ഇട്ട് കൊടുക്കുക, -5 ഇട്ട് കൊടുക്കുക, 7 ഇട്ട് കൊടുക്കുക. നമുക്കറിയാം ഒരു ഡയഗണൽ മെട്രിക്സിൽ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ബാക്കി കംപ്ലീറ്റ് എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. ബാക്കി കംപ്ലീറ്റ് ഇതാ ഇതുപോലെ 0 എന്ന് കൊടുക്കുക. ഓക്കെ, ബി എന്ന് പറയുന്ന മെട്രിക്സും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. അതിന്റെ ഡയഗണൽ എൻട്രി തന്നിട്ടുണ്ട് -1 2 4. ഓക്കെ, ബാക്കി കംപ്ലീറ്റ് 0 കൊടുത്താൽ നമുക്ക് ആ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ കിട്ടും. ഇത്രയേ ഉള്ളൂ. 2a + 3b കാണാൻ ബുദ്ധിമുട്ടുണ്ടോ?
ഫസ്റ്റത്തെ മെട്രിക്സിന്റെ ഓരോ എൻട്രിയെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെക്കൻഡ് മെട്രിക്സിന്റെ ഓരോ എൻട്രിയെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂസ് കൊണ്ട് കൂട്ടിയിട്ട് കിട്ടുന്ന മെട്രിക്സ്, അതും ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. സോ ഇങ്ങനെയൊന്നും എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മെട്രിക്സ് എയും ബിയും ഇലാബറേറ്റ് ചെയ്ത് എഴുതിയത്. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോകണ്ട. നിങ്ങൾക്ക് 2a + 3b ആ വേണ്ടത്. അറിയാ വേണ്ട 2a + 3b. ഇതേപോലെ ഡയഗണൽ എഴുതുക. ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. നിങ്ങൾ കറസ്പോണ്ടിങ് എൻട്രീസ് എടുക്കുക, 3ഉം -1. അപ്പൊ എന്ത് ചെയ്യുക, 2 × a എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് വന്നത് 3 ആണ്. 2 × 3 + 3 × b. b എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്ന് വരുന്നത് -1. അപ്പോൾ 2 × 3 6 + 3 × -1 -3 എന്ന് വരും. ആൻസർ 3 എന്ന് കിട്ടും. സോ ഫസ്റ്റ് എൻട്രി 3 ആണ്. ഫസ്റ്റ് എൻട്രി എന്തെന്ന് വരും, 3 എന്ന് കിട്ടും. രണ്ടാമത്തെ എൻട്രി കിട്ടാൻ രണ്ടാമത്തെ എൻട്രികളെ എടുക്കുക, -5ഉം 2ഉം ഇതേപോലെ ഓപ്പറേറ്റ് ചെയ്യാം. നോക്കോട്ടോ, ചെയ്യുന്നത് ശ്രദ്ധിക്കണം. ഏടാ നോക്കോ, 2a + 3b ആ ചെയ്യേണ്ടത്. a എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തത് ആരെയാ, 2 × -5. -5നെയാണ് എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തത്. b എന്ന് പറയുന്ന മെട്രിക്സ് 2 ആണ് എടുത്തത്. അപ്പൊ +3 × 2 എന്ന് ഇട്ട് കൊടുക്കുക. 2 × -5 -10 ആണ്, +6 എന്ന് വരും, =-4. സെക്കൻഡ് എൻട്രി -4. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആർക്കാകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, 3, -4. അത് 1 ആണ്, ഓപ്ഷൻ 1. അത്ര ചെയ്താൽ മതി. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യം പോലും ഇല്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂലോ എത്ര ടൈം ലാഭിക്കാന്ന് നോക്കുക. അപ്പൊ നമ്മൾ മൂന്നാമത്തേലേക്ക് നോക്കണമെന്നില്ല. ശരിയാണെന്ന് അറിയാൻ വേണം, ഒന്നും കൂടെ ചെക്ക് ചെയ്യും. നോക്കാം. ഇതേപോലെ 2 × ഫസ്റ്റ് മെട്രിക്സ് എയിൽ നിന്നുള്ള എൻട്രി 7 ആണ്. 2 × 7 + 3 × b. b എന്ന് പറയുന്ന ആളിന് 4 ആ വരുന്നത്. 2 × 7 14 + 12 എന്ന് വരും, 26. കറക്റ്റ് ആണ് കേട്ടോ. തേർഡ് എൻട്രി 26 ആണെന്ന് നമുക്ക് പറയാം. അത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആയ ചോദ്യമാണ്. ചിലർക്കെങ്കിലും നൊട്ടേഷൻ അറിയാത്തതുകൊണ്ട് അത് ഒഴിവാക്കി പോവേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത്. വളരെ സിമ്പിൾ ആയ ചോദ്യം. ഒരിക്കലും നിങ്ങളത് ചെയ്യുമ്പോൾ എന്താ പറയണ്ടേ, ഒമിറ്റ് ചെയ്യരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ചോദ്യമാണ്. ടി എന്ന് പറയുന്നത് R3-യിൽ നിന്നും R3-ലോട്ടുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. കൂടാതെ ടി ഓഫ് XYZ പറയുന്നുണ്ട്. x + y, y + z, z + x for all x, y, z belongs to R3. ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റാങ്ക് നള്ളിറ്റി എന്താണ്? താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് R3-യിൽ നിന്നും R3-ലോട്ടാണ് ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ടി ഓഫ് XYZ എന്നാൽ x + y, y + z, z + x ആണ്. ഏത് XYZ R3-യിൽ നിന്ന് എടുത്താലും ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റാങ്കും നള്ളിറ്റിയും കാണുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് കണ്ടുപിടിക്കും. നമുക്കറിയാം ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും കറസ്പോണ്ടിങ് ആയി നമുക്ക് ആരെ റൈറ്റ് ചെയ്യാൻ പറ്റും? ഒരു മെട്രിക്സിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ മെട്രിക്സിന്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? റാങ്കും നള്ളിറ്റിയും കണ്ടാൽ മതി. ഒരു മെട്രിക്സിന്റെ റാങ്കും നള്ളിറ്റിയും കാണാൻ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ്, കോളംസ് നോക്കിയാൽ മതി. അല്ലെ, ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ഏതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കുറെ കൺസെപ്റ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് വി കിട്ടും. ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിയിൽ നിന്നും ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഡയമെൻഷൻ ഓഫ് ദ ഫസ്റ്റ് വെക്ടർ സ്പേസ് വി കിട്ടണം. അപ്പൊ ഇവിടെ ടി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ R3-യിൽ നിന്ന് R3-ലോട്ട് ആയതുകൊണ്ട് റാങ്ക് ഓഫ് ടിയും നള്ളിറ്റി ഓഫ് ടിയും കൂടെ കൂട്ടുമ്പോൾ ഡയമെൻഷൻ ഓഫ് R3 ആണ് കിട്ടുക. അതായത് 3. ഡയമെൻഷൻ ഓഫ് R3 എത്രയാ? 3 ആണ്. ഡയമെൻഷൻ ഓഫ് Rn n ആണ്, മനസ്സിലാക്കുക. ഡയമെൻഷൻ ഓഫ് R3 എത്രയാണ്? 3 ആണ്. സോ നമുക്ക് ടി എന്ന് പറയുന്ന ഇയാളുടെ റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടണം. അപ്പൊ അങ്ങനെയല്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങളുടെ കൂട്ടത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ആരുമില്ല. എല്ലാവരെയും കൂട്ടുമ്പോൾ നമുക്ക് 3 തന്നെ കിട്ടുന്നത്. അപ്പൊ നമ്മളെ ട്രാപ്പിലാക്കിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് അല്ലാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്കറിയാം R3-യുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആരൊക്കെയാ? 1 0 0 0 1 0 0 0 1. ഇങ്ങനെ 3 പേരെ നമ്മൾ എടുത്തു, സ്റ്റാൻഡേർഡ് ബേസിസ് എടുത്തു. ഇത് നമ്മൾ ഈ ഓരോ ആൾക്കാർക്കും കറസ്പോണ്ടിങ് ആയിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ആളെ കണ്ടുപിടിക്കാൻ പോകണം. മാപ്പ് എങ്ങോട്ടാ മാപ്പ് ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കണം. ടി ഓഫ് 1 0 0 എന്ത് ചെയ്യണം? എക്സ് ആയിട്ട് ടി ഓഫ് 1 0 0 എങ്ങനെ കാണുക? എക്സ് 1ഉം y 0 z 0 കൊടുക്കുക. എവിടെ? ഈ ഇക്വേഷനിൽ x + y 1 + 0 എന്ന് വരും 1, y + z 0 + 0 0, z + x 0 + 1 1 എന്ന് വരും. സോ 1 0 1 വരും. ഇതേപോലെ ടി ഓഫ് 0 1 0 കാണുക. അവിടെ x 0 ആണ്, y 1 ആണ്, z 0 ആണ്. ഇതേപോലെ ഇവിടെ കൊടുക്കുക. x + y നമുക്ക് 1 എന്ന് കിട്ടും അല്ലെ. x 0യും y 1 ആണ്. y + z 1 + 0 1 എന്ന് കിട്ടും.
സെറ്റ് പ്ലസ് എക്സ് 0 പ്ലസ് 0 0 എന്ന് കിട്ടും. ടി ഓഫ് 0 1 0 നമുക്ക് 1 1 0 എന്ന് കിട്ടും. ഇതേപോലെ ടി ഓഫ് 0 0 1 നമുക്ക് 0 1 1 എന്നും കിട്ടും. അതേ ആ ഒരു ഓപ്പറേഷനിൽ കൊണ്ടുപോയിട്ട് എക്സും വൈയും 0യും സെറ്റ് 1 കൂടെ കൊടുത്താൽ നമുക്ക് ഇങ്ങനെ തന്നെ കാണാനായിട്ട് പറ്റുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെങ്ങനെ കോളങ്ങളായിട്ട് റൈറ്റ് ചെയ്യും. ഫസ്റ്റ് നമുക്കറിയാം, ഫസ്റ്റ് കിട്ടിയ ആള് 1 0 1 ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. 1 0 1 ഫസ്റ്റ് കോളത്തിൽ. സെക്കൻഡ് കിട്ടിയത് 1 1 0 അയാളെ സെക്കൻഡ് കോളത്തിൽ കൊടുത്തു. തേർഡ് ഉള്ള ആള് 0 1 1 അയാളെ തേർഡ് കോളത്തിൽ കൊടുത്തു. സോ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ആരുടെ മെട്രിക്സ്? ലീനിയർ ട്രാൻസ്ഫർമേഷന്റെ മെട്രിക്സ്, അതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ്. നമ്മള് ഇതിന്റെ റാങ്കും നള്ളിറ്റിയും കണ്ടാൽ നമ്മുടെ അത് തന്നെയായിരിക്കും, അയാൾ ആരാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ലീനിയർ ട്രാൻസ്ഫർമേഷന്റെയും റാങ്കും നള്ളിറ്റിയും. സോ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. വെറുതെ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. നോക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണ്, 2 ആ കിട്ടുന്നത്. ഡിറ്റർമിനന്റ് എനിക്ക് കിട്ടുന്ന 2 ആണ്. അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഈ 3 റോസും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ. ആരുടെയും ലീനിയർ കോമ്പിനേഷനോ ആഡ് ചെയ്യുമോ കിട്ടുന്നതായിട്ട് ഒന്നുമല്ല കിടക്കുന്നത്. 2 പേരും അല്ലെങ്കിൽ 3 പേരും ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ആണ്. അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിൽ എത്ര റോസ് ഉണ്ടോ അവരെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 കിട്ടിയതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു 3/3 മെട്രിക്സ് ആണല്ലോ. അപ്പൊ അതിന്റെ റാങ്ക് എന്തെങ്കിലും 3 ആയിരിക്കും. 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ട്. സോ അതിന്റെ റാങ്ക് എത്രയാ? 3 ആണ്. റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണമെന്ന് പറഞ്ഞു? 3 കിട്ടണമെന്ന് പറഞ്ഞു. റാങ്ക് 3 ആണെങ്കിൽ നള്ളിറ്റി എത്രയാ? 0 ആയിരിക്കും അല്ലെ. റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ 3 പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്താവണമെന്ന് പറഞ്ഞു? 3 ആണ്. ഡയമെൻഷൻ ഓഫ് R3 ആവണമെന്ന് പറഞ്ഞു. നള്ളിറ്റി ഓഫ് ടി എന്തായേ പറ്റത്തുള്ളൂ? 0 ആയേ പറ്റത്തുള്ളൂ. സോ റാങ്ക് 3യും നള്ളിറ്റി എന്തുമായിരിക്കും? 0യും ആയിരിക്കും. റാങ്ക് 3യും നള്ളിറ്റി 0യും ആയിരിക്കും. ഓപ്ഷൻ നമ്പർ 4 ആണ് ഇവിടുത്തെ ആൻസർ. സോ എങ്ങനെയാ ചെയ്തത്? കറസ്പോണ്ടിങ് മെട്രിക്സ് എടുത്തു. ആരുടെ? നമ്മുടെ ലീനിയർ ട്രാൻസ്ഫർമേഷന്റെ. ആ മെട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയതുകൊണ്ട് തന്നെ അതിന്റെ നമ്പർ ഓഫ് റോസ് എത്രയാണോ അത് തന്നെയായിരിക്കും അതിന്റെ റാങ്ക്. റാങ്ക് 3 കിട്ടി. നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം അറിയാം. റാങ്കും നള്ളിറ്റിയും കൂടെ കൂട്ടുമ്പോൾ ഡയമെൻഷൻ ഓഫ് വി കിട്ടണം. ഇവിടെ വി R3 ആ. അപ്പൊ നമുക്ക് 3 ആണെന്ന് അറിയാം. സോ 3 പ്ലസ് 0 ആണ് 3 ആയിട്ട് വരിക. അപ്പൊ 0 ആയിരിക്കും നള്ളിറ്റി. ഇത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മുടെ മെട്രിക്സിന്റെ എന്താ പറയുക, ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ റാങ്ക് നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആയിരിക്കും. നള്ളിറ്റി ഓൾവേസ് 0 ആയിരിക്കും. മനസ്സിലാക്കുക കേട്ടോ. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ നള്ളിറ്റിയുടെ വാല്യൂ മിനിമം 1 ആയിരിക്കും. 1-നേക്കാളും കൂടാം. മിനിമം എന്തായിരിക്കും? 1 ആവാം. റാങ്കും എന്തായിരിക്കും? 0 മെട്രിക്സ് അല്ലാത്ത കേസിൽ റാങ്ക് എന്തായാലും മിനിമം 1 ആയിരിക്കും. ഓക്കെ. 0 മെട്രിക്സിന് മാത്രമേ റാങ്ക് എന്ത് കിട്ടുള്ളൂ? 0 കിട്ടത്തുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം ഇതാണ്. പലരും ഒമിറ്റ് ചെയ്ത് പോകുന്ന ഒരു ചോദ്യമാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിരിക്കുന്നു 1 2 0 1. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ എന്താണ്? ഇതാണ് ചോദ്യം. എ റേസ് ടു എന്ന് പറഞ്ഞാൽ എനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. എനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ അല്ലെ. എ ഇൻറ്റു എ എക്സെട്ര n ടൈംസ്. അതെ, ഏത് n ആണെന്ന് പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല, ജനറൽ ആയിട്ട് ചോദിക്കണം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 0 1 ആണെങ്കിൽ എ റേസ് ടു എൻ ആരായിരിക്കും ഇടാ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ എയുടെ ഡിഫറെന്റ് പവേഴ്സ് കണ്ടു നോക്കുക. എ സ്ക്വയർ ഒന്ന് കാണുക. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ആണ്. എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 2 0 1 1 2 0 1. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1 ഇൻറ്റു 1 1 പ്ലസ് 0 1 എന്ന് വരും. 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 1 4 വരും അല്ലെ. 2 ഇൻറ്റു 1 1 2 2 2 4 ആയി മാറും. 0 ഇൻറ്റു 1 1 ഇൻറ്റു 0 രണ്ടും 0 ആണ്. ആഡ് ചെയ്യുമ്പോൾ 0. 0 ഇൻറ്റു 2 1 ഇൻറ്റു 1 0 ഇൻറ്റു 2 0 ആണ്. 1 ഇൻറ്റു 1 1. സോ ഇങ്ങനെ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടി എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1401 ആണ്. ഇത് ഒബേ ചെയ്യാത്ത ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഒഴിവാക്കി കളയും. അതായത് എന്നിന് നമ്മൾ 2 കൊടുക്കുമ്പോൾ എ റേസ് ടു 2 ആണ്. അപ്പൊ എന്നിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? 2 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ രണ്ടിടത്തും 1 ആണ്. എല്ലാ ഓപ്ഷൻസിലും അങ്ങനെ ഡയഗണൽ എൻട്രീസ് 1 തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ആരെയും ഒമിറ്റ് ചെയ്യാൻ പറ്റൂല. ഇവിടെയുള്ള എൻട്രി നോക്കിയിട്ടേ നമുക്ക് ഒമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4 ആണ് കിടക്കുന്നത്. 2മായി 4ന് എന്ത് ബന്ധമാണുള്ളത്? നമുക്ക് പറയാം 2 ഇൻറ്റു 2 4 ആണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 2 സ്ക്വയർ 4 ആണ് അല്ലെ. നമ്മുടെ പവറിൽ എടുത്തിരിക്കുന്ന ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 4 കിട്ടും, അല്ലെങ്കിൽ അതിന്റെ പവറിൽ 2 എടുത്താലും 4 കിട്ടും. അപ്പൊ അങ്ങനെയുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3. ബാക്കി 2 നമുക്ക് വെട്ടാം. ഇവിടെ 2 ആണ് വന്നിരുന്നതെങ്കിൽ എ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ ഈ കിടക്കുന്ന ആള് 2 ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ആയിരുന്നു, 4ാമത്തെ ഓപ്ഷൻ ആയിരുന്നു ശരി എന്ന് പറയായിരുന്നു. എന്നെ 2 ആണ്. അപ്പൊ ഇവിടെ 2 വരണമായിരുന്നു. 2 അല്ല വന്നത്, 4 ആണ്. അപ്പൊ ഇതെല്ലാം എന്തായാലും ആൻസർ. 2 റേസ് ടു n മൈനസ് 2 എന്നിന് പകരം 2 കൊടുക്കുമ്പോൾ 2 റേസ് ടു 2 മൈനസ് 2 എന്ന് വരും. 2 റേസ് ടു 2 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 0 1 എന്നാ വരിക. ഇവിടെ നമുക്ക് 1 അല്ല കിട്ടിയത്. സോ ഈ ഓപ്ഷനും അല്ല എന്ന് പറയാം. 2ഉം 3ഉം ഉണ്ട്. ഒരു പവറും കൂടെ ഇടത് കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് അത് ആരാണെന്നുള്ളത് മനസ്സിലാവും. 2 ഓപ്ഷൻസ് ഉണ്ട്. n സ്ക്വയർ ഉള്ള ഒരു ഓപ്ഷനും 2n ഉള്ള ഒരു ഓപ്ഷനും.
നമ്മൾ എ ക്യൂബ് എടുക്കുമ്പോൾ എന്തായാലും ഡയഗണൽ എൻട്രീസ് 1 ഇവിടെ വരുന്ന ആള് 0 ആയിരിക്കും, ഉറപ്പാണ്. ഇവിടെ വരുന്ന ആള് 6 ആണ് എങ്കിൽ, 2n ആയിരിക്കും. ഇങ്ങനെ 3 കൊടുക്കുമ്പോൾ 2 × 3 6 അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ 3 ആയിരിക്കും ശരിയായിട്ടുള്ളത്. അല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് എ ക്യൂബ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് 101, ഇവിടെ കിട്ടുന്നത് 9 ആണ് എങ്കിൽ ആരായിരിക്കും ആൻസർ? സെക്കൻഡ് വൺ ആയിരിക്കും ആൻസർ. കാരണം 3 സ്ക്വയർ 9 ആണ് ഇത് പ്രകാരം ആ മെട്രിക്സിന്റെ ആ ഒരു എൻട്രി ആയിട്ട് വരേണ്ടത്. സോ നമുക്ക് എ ക്യൂബ് കൂടെ ഒന്ന് കാണാം, അപ്പൊ ക്ലിയർ ആവും. എ ക്യൂബ് കാണാൻ a² × a ചെയ്താൽ മതി. a² 1401 ആണ്, a എന്ന് പറയുന്നത് 1201 ആണ്. പ്രൊഡക്റ്റ് എടുക്കുക. 1 × 1 ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, നമുക്ക് ഈ ഒരു എൻട്രി മാത്രം കണ്ടാൽ മതി. ശരിക്കും നോക്കോ, ആ എൻട്രിയാണ് നോക്കുന്നത്. 1 × 2 2 + 4 × 1 4. സോ അത് മാത്രം മതി അല്ലേ, ബാക്കിയെല്ലാം അതുപോലെ 01 ആയിരിക്കും ഉറപ്പാണ്. 1601 എന്നാണ് വരുന്നത്. 1601 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓപ്ഷൻ 3 ആണ് ശരിയായിട്ടുള്ളത്. സോ 2 പവേഴ്സ് എടുത്തപ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ആരാണെന്നുള്ളത് മനസ്സിലായി. ഒരുപാട് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ സിമ്പിൾ ആണ്. 2x2 മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കത്തില്ല. ഇങ്ങനെ പവർ കാണാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യത്തിൽ അവർക്ക് എന്തെങ്കിലും ട്രെൻഡ് ഉണ്ടായിരിക്കും. ആ മെട്രിക്സിന്റെ പവറുകൾ എന്തെങ്കിലും ഒരു പൊതുവായ രൂപം കാണിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് എത്താൻ അവരുടെ പവേഴ്സ് എടുത്ത് ജസ്റ്റ് നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓക്കെ, റെഡി ആണെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ, റെഡി ആണെന്ന് വിശ്വസിക്കുകയാണ്. 2x2 മെട്രിക്സിന്റെ കേസിൽ ഇങ്ങനെ നോക്കുന്നതാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇങ്ങനെ നോക്കിയാൽ മതി എന്ന് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനും സിമ്പിൾ ആണ്, കൺസെപ്റ്റ് അറിയാവുന്ന ഒരാൾക്ക് സിമ്പിൾ ആണ്. എ എന്ന് പറയുന്നത് ഒരു 2x2 റിയൽ മെട്രിക്സ് ആണ്, കൂടാതെ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആണ്. ABCD എന്ന് പറയുന്ന ഒരു 2x2 മെട്രിക്സ് ആണ് നമ്മുടെ എ. ആ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ 1 ആണ്. ആൻഡ് അതിന്റെ ട്രേസ് എന്ന് പറയുന്നത് 3 ആണ്. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ A² എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് വാല്യൂസ് എന്തായിരിക്കും? A² എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രേസ് വാല്യൂസ് എന്തായിരിക്കും? ആദ്യം എന്താണ് ഡിറ്റർമിനന്റ്, എന്താണ് ട്രേസ് എന്ന് അറിയണം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ആണ് λ1 ഉം λ2 എങ്കിൽ എന്താ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് ആണ് λ1 ഉം λ2 എങ്കിൽ ട്രേസ് കാണാൻ നിങ്ങൾ അവരുടെ സമ്മ് കണ്ടാൽ മതി. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിന്റെ സമ്മ്, അത് അതിന്റെ ഐഗൺ വാല്യൂസിന്റെ സമ്മിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ട്രേസ് ഐഗൺ വാല്യൂസിന്റെ സമ്മിനോട് ഈക്വൽ ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ അറിയാം അല്ലെ, ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റിനോടും ഈക്വൽ ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം ട്രേസ് നമ്മളോട് പറയുന്നു 3 ആണ്, അതുപോലെ ഡിറ്റർമിനന്റ് നമ്മളോട് പറയുന്നു 1 ആണ്. അപ്പൊ നമ്മുടെ ഐഗൺ വാല്യൂസിന്റെ സമ്മ്, നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസിന്റെ സമ്മ് 3ഉം അവരുടെ പ്രൊഡക്റ്റ് 1ഉമാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് കിട്ടി. ഇനി A² ട്രേസ് വേണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എ എന്ന് പറയുന്ന ഐഗൺ വാല്യൂസ് ആണ് λ1 ഉം λ2 എങ്കിൽ, എയുടെ ഐഗൺ വാല്യൂസ് ആണ് λ1 ഉം λ2 എങ്കിൽ A² ഐഗൺ വാല്യൂസ് λ1² ഉം λ2² ആയിരിക്കും. എയുടെ ഐഗൺ വാല്യൂസ് λ1 ഉം λ2 ആണെങ്കിൽ A² ഐഗൺ വാല്യൂസ് ആരായിരിക്കും? λ1² ഉം λ2². അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ട്രേസ് ഓഫ് A² ആരായിരിക്കും എന്ന് പറയാലോ, അവരുടെ ഐഗൺ വാല്യൂസിന്റെ സമ്മ്, അതായത് λ1² ഉം λ2² കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ A² ഐഗൺ വാല്യൂസ് λ1² ഉം λ2² ആയിരിക്കും. അതിന്റെ ട്രേസ് കാണാൻ അവരുടെ സമ്മ് എടുത്താൽ മതി, λ1² λ2². സോ നമുക്ക് ഇത് കണ്ടാൽ മതി, λ1² λ2² ആരാന്ന് കണ്ടാൽ മതി. അത് കാണാനുള്ള ഹിന്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. λ1 ഉം λ2 കൂടെ കൂട്ടിയാൽ 3 കിട്ടും. അതുപോലെ λ1 × λ2 എന്താണെന്നറിയാം, 1 ആണെന്നറിയാം. നമുക്ക് ചെയ്ത് നോക്കാം. നോക്കോ, λ1 + λ2 = 3, λ1 × λ2 = 1. Then we want to find what? λ1² + λ2². നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെച്ചോ. A + B² എന്ന് പറഞ്ഞാൽ A² + B² + 2AB ആണ്. നിങ്ങൾക്ക് A² + B² കാണാൻ വേണ്ടിയിട്ട് A + B യുടെ ഹോൾ സ്ക്വയറിൽ നിന്ന് 2AB എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. A ആയിട്ട് λ1 എടുക്കുക, അപ്പൊ നമുക്ക് λ1² എന്ന് കിട്ടും. B ആയിട്ട് λ2 എടുക്കുക, അപ്പൊ നമുക്ക് λ2² എന്ന് കിട്ടും. അപ്പൊ λ1² + λ2² എന്താന്ന് പറയാം? A ആയിട്ട് λ1 ആ കൊടുത്തത്. സോ λ1 + B ആയിട്ട് λ2 ഹോൾ സ്ക്വയർ - 2AB 2 × λ1 × λ2 നമുക്ക് കിട്ടും.
അപ്പൊ λ1 സ്ക്വയർ പ്ലസ് λ2 സ്ക്വയർ ആരാണ്? λ1 പ്ലസ് λ2 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു λ1 λ2. സോ നമുക്ക് കാണാൻ പറ്റും λ1ഉം λ2ഉം കൂടെ കൂട്ടിയാൽ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1 എന്ന് വരും. λ1 ഇൻറ്റു λ2 1 ആണ്. സോ 9 മൈനസ് 2 ഈക്വൽ ടു 7 എന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ട്രേസ് ഓഫ് എ സ്ക്വയർ 7 ആണ്. ട്രേസ് ഓഫ് എ സ്ക്വയർ 7 ആണ്. കൺസെപ്റ്റ് കുറച്ച് കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ട്രേസ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസിന്റെ സമ്മ, ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂസിന്റെ പ്രൊഡക്റ്റ്, എ സ്ക്വയറിന്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഗൺ വാല്യൂസിന്റെ സമ്മ. എ സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് എയുടെ ഐഗൺ വാല്യൂസിന്റെ സ്ക്വയേഴ്സ് ആണ്. ഇവിടെ സമ്മ എന്ന് പറഞ്ഞാൽ λ1 സ്ക്വയർ പ്ലസ് λ2 സ്ക്വയർ ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. കുറച്ച് കൺസെപ്റ്റ് അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ്? തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫോൾസ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ 1100 ഡയഗണലൈസബിൾ ആണ്, പക്ഷേ ഇൻവേർട്ടിബിൾ അല്ല, നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്. സെക്കൻഡ് പറയാണ് ഈ 1101 എന്ന് പറയുന്ന മെട്രിക്സ് നോൺ ഡയഗണലൈസബിൾ ആണ്, പക്ഷേ ഇൻവേർട്ടിബിളും ആണ്. തേർഡ് വൺ പറയുന്നു ഡയഗണലൈസബിൾ ആണ് 1101 പക്ഷേ ഇൻവേർട്ടിബിൾ ആണ്. അടുത്ത ഓപ്ഷൻ പറയാണ് 1100 നോൺ ഡയഗണലൈസബിൾ ആണ്, അതുപോലെ നോൺ ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എ ബി സി, എ ബി, എ സി ഡി, എ ബി സി, ഇതാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓപ്ഷൻ എ എന്തായാലും ട്രൂ ആണ്. ഓപ്ഷൻ എ എന്തായിരുന്നാലും ട്രൂ ആണെന്നുള്ളൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. അതായത് ഈ മെട്രിക്സ് 1100 ഡയഗണലൈസബിൾ ആണ്, പക്ഷെ അതെന്താണ്? നോൺ ഇൻവേർട്ടിബിൾ ആണ്. അത് ട്രൂ ആണ് നമുക്ക് കിട്ടി. നമുക്ക് ഒരു നോളജും ഇല്ല അല്ലെ. നമുക്ക് ആ ഓപ്ഷൻ എന്താ പറയണ്ട, ഓപ്ഷനിൽ നിന്ന് തന്നെ പറയാണ് ട്രൂ ആണ്. അപ്പൊ 1100 പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഡി അല്ലെ. അത് നോൺ ഡയഗണലൈസബിൾ ആണെന്ന് പറയുന്ന ഈ ഓപ്ഷൻ എന്തായാലും ഫോൾസ് ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ഡി വരുന്ന ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഓൾറെഡി എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം. ഇനി ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഇതിൽ ഏതെങ്കിലും ഒന്നേ എന്താവത്തുള്ളൂ, ശരിയാവത്തുള്ളൂ, ഉറപ്പായി. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നു എയും ബിയും സിയും ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് എയും ബിയും മാത്രമേ ശരിയായിട്ടുള്ളൂ. ഇതിലും തന്നെ ഒരു നോളജ് ഇല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ, ബിയും സിയും. ബിയിൽ പറയാണ് ഈ മെട്രിക്സ് നോൺ ഡയഗണലൈസബിൾ ആണ്, സി പറയാണ് ഇത് ഡയഗണലൈസബിൾ ആണ്. രണ്ടും കൂടെ എന്തായാലും ഒരുമിച്ച് ശരിയാവാൻ പോകുന്നില്ല. അപ്പൊ എ ബി എന്ന് പറയുന്ന ഇത് ട്രൂ ആയിരിക്കും, ഇത് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. എന്തായിരുന്നാലും ഒരു മെട്രിക്സ് ഡയഗണലൈസബിളും നോൺ ഡയഗണലൈസബിളും ഒരുമിച്ചാവില്ലല്ലോ, ഉറപ്പല്ലേ. അപ്പൊ രണ്ടും ബിയും സിയും ഒരുമിച്ച് ട്രൂ ആവാൻ പോകുന്നില്ല. അപ്പൊ ബിയും സിയും ഒരുമിച്ച് ട്രൂ ആന്ന് പറയുന്ന ഓപ്ഷൻ 1 തെറ്റാന്ന് നമുക്ക് പറയാം. ഓപ്ഷൻ 2 ആയിരിക്കും ശരി. ഇപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു നോളജ് ഇല്ലാത്ത ഒരാൾക്കും ഈ ഓപ്ഷൻസ് വെച്ചിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ചില ക്വസ്റ്റ്യൻ എങ്കിലും ഇങ്ങനെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അല്ലെ. വരാൻ ചാൻസ് ഇല്ല എങ്കിലും ഞാൻ പറയാണ്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത ഒരാൾക്കും അയാളുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ആൻസറിലോട്ട് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ വന്നു എന്നുള്ളതിലേക്ക് പോവാം. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവണമെങ്കിൽ, ഒരു മെട്രിക്സ് എ ഇൻവേർട്ടിബിൾ ആണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആവണം എന്നുള്ളതാണ്. ഫസ്റ്റ് മെട്രിക്സ് 1100 ഡിറ്റർമിനന്റ് 1 into 0 0 മൈനസ് 1 into 0 0 ഈക്വൽ ടു 0 വരും. സോ നോൺ ഇൻവേർട്ടിബിൾ ആണ്, ഉറപ്പാണ്. ഫസ്റ്റ് മെട്രിക്സ് എന്താണ്? നോൺ ഇൻവേർട്ടിബിൾ ആണ്. സെക്കൻഡ് മെട്രിക്സ് 1101 ആണ്. 1 into 1 1 മൈനസ് 1 into 0 0 1 മൈനസ് 0 1 ആണ്, നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ ഒന്നാമത്തെ ഈ മെട്രിക്സ് നോൺ ഇൻവേർട്ടിബിൾ ആണ്, രണ്ടാമത്തെ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഇനി ഡയഗണലൈസബിലിറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഡിസ്റ്റിങ്ക്ട് ഐഗൺ വാല്യൂസ് ആണ് നിങ്ങളുടെ മെട്രിക്സിനുള്ളതെങ്കിൽ അത് ഉറപ്പായിട്ടും ഡയഗണലൈസബിൾ ആയിരിക്കും. നിങ്ങൾക്ക് തന്നിട്ടുള്ള രണ്ട് മെട്രിക്സുകൾ ഉണ്ട്. ഒന്ന് 1100, ഇത് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, കാരണം ഡയഗണലിന് ശേഷം 0 ആണുള്ളത്. ഡയഗണൽ എൻട്രിക്ക് ശേഷം ഉള്ളത് 0, കംപ്ലീറ്റ് 0. സോ ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ഐഗൺ വാല്യൂസ് അതിന്റെ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും 1 ഉം 0 ഉം ആയിരിക്കും. അവിടുത്തെ ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണ്. ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആയതുകൊണ്ട് ഡയഗണലൈസബിൾ ആണ്. ഐഗൺ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ഡയഗണലൈസബിൾ ആയിരിക്കും മെട്രിക്സ്. അപ്പൊ ഫസ്റ്റത്തെ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ ട്രൂ ആണ്. അതെല്ലാം പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കണ്ടോ, നോൺ ഡയഗണലൈസബിൾ ഫോൾസ് ആണ് അവിടെ നമുക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ മെട്രിക്സ് 1101 ഓൾസോ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ ഐഗൺ വാല്യൂസ് 1 ഉം 1 ഉം ആണ്. 1,1 ആണ് എന്ത് ഐഗൺ വാല്യൂസ്. സെയിം ഐഗൺ വാല്യൂസ് ആണെന്ന് കരുതി അത് ഡയഗണലൈസബിൾ ആവാം, ആവാതിരിക്കാം. രണ്ടിലേത് പോസിബിലിറ്റി ഉണ്ട്. സെയിം ഐഗൺ വാല്യൂസ് ആണെന്ന് കരുതിയിട്ട് ഡയഗണലൈസബിൾ അല്ല എന്ന് പറയാനും പറ്റില്ല. അപ്പൊ 1 റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ അതിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും നോക്കണം. ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിക്കോ, ഇവിടെ നമുക്ക് ഒരു ഐഗൺ വാല്യൂ ഉള്ളത് റിപ്പീറ്റ് ചെയ്യുന്നു 2 തവണ. അപ്പൊ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 ആണ് കാണേണ്ടത്.
ഒറ്റ ഐഗൺ വാല്യൂ ഉള്ളൂ, അത് 1 ആണ്. അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നു? 2 തവണ. അപ്പൊ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 നമുക്ക് പറയാം 2 ആണ്. ഇതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി കൂടി കാണാം. ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിക്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. ഇവിടെ ഒറ്റ ഐഗൺ വാല്യൂ ഉള്ളൂ 1, 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റിയും ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റിയും കാണും. അപ്പൊ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1ഉം എഎമ്മും ഈക്വൽ ആണെങ്കിൽ, 1ന്റെ എഎമ്മും ജിഎമ്മും ഈക്വൽ ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്, അല്ലെങ്കിൽ അത് ഡയഗണലൈസബിൾ അല്ല. അപ്പൊ ജിഎം കാണാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ ഐഗൺ വാല്യൂ എടുക്കുക, ലാംഡ 1 ആണ്. എന്നിട്ട് ഡിറ്റർമിനന്റ് എ മൈനസ് ഡിറ്റർമിനന്റ് അല്ല, എ മൈനസ് ലാംഡ എന്ന് പറയുന്ന മെട്രിക്സ് റൈറ്റ് ചെയ്യാം. അതായത് എ മൈനസ് ഐ, ലാംഡ 1 ആണ്, എ മൈനസ് ഐ എന്ന് പറയുന്ന മെട്രിക്സ് റൈറ്റ് ചെയ്യാം. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 1 0 1 ആയതുകൊണ്ട് ഇതിനോട് ഐഡന്റിറ്റി മെട്രിക്സ് മൈനസ് ചെയ്യുമ്പോൾ 0 1 0 0 എന്ന് കിട്ടും. 0 1 0 0. എന്നിട്ട് ഇയാളെ 0 1 0 0 എടുക്കുക, ഇൻറ്റു എക്സ് വൈ ചെയ്യുക, ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് 0 പ്ലസ് 1 ഇൻറ്റു വൈ, വൈ എന്ന് വരും ഫസ്റ്റ് റോയില്. 0 ഇൻറ്റു എക്സ് 0, 0 ഇൻറ്റു വൈ 0, ആഡ് ചെയ്യുമ്പോൾ 0. ഇതാണ് കറസ്പോണ്ടിങ് ഐഗൺ വെക്ടർ. വൈ നമുക്ക് ഏത് നമ്പറും കൊടുക്കാം. സോ ആണെങ്കിൽ വൈനെ പുറത്തേക്ക് എടുക്കാം, വൈനെ പുറത്തേക്ക് എടുത്താൽ 1 0 എന്ന് വരും. സോ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയ ഐഗൺ വെക്ടറേ ഉള്ളൂ. വൈ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഇങ്ങനെ വരുന്ന ആ ഒരു ബേസിക് ഫോം ഉണ്ടല്ലോ 1 0 എന്ന് പറയുന്ന ഇങ്ങനത്തെ ബേസിക് ഫോം, ഇങ്ങനെയുള്ള എത്ര ഫോം കിട്ടിയെന്ന് നോക്കുക. ഒറ്റ ഫോമേ കിട്ടിയിട്ടുള്ളൂ. സോ ഒറ്റ ഐഗൺ വെക്ടറേ ഉള്ളൂ ആർക്ക് കറസ്പോണ്ടിങ് ആയിട്ട്? ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ്. സോ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് ഐഗൺ വെക്ടേഴ്സ് ഒരു ഐഗൺ വാല്യൂന് ഉണ്ടോ അതാണ് അതിന്റെ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റൊരു വെക്ടറെ കിട്ടിയിട്ടുള്ളൂ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട്. സോ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 നമുക്ക് എന്താന്ന് പറയാം? 1 ആണ്. ആൽജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 റിപ്പീറ്റഡ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു? 1 എന്നായിരുന്നു, അത് 2 ആണ്. എന്നാൽ ജോമെട്രിക് മൾട്ടിപ്ലിസിറ്റി ഓഫ് 1 1ന് എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഐഗൺ വെക്ടേഴ്സ് ഉണ്ടെന്നായിരുന്നു. അത് നമുക്ക് 1 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് ആ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ മെട്രിക്സ് എന്തല്ല? ഡയഗണലൈസബിൾ അല്ല. അപ്പൊ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ആണ് ട്രൂ ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, ഒറിജിനൽ കൺസെപ്റ്റ് അറിയുന്ന ഒരാൾ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ആൻസർ എത്തുന്നത്. സോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റെഡി ആക്കുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പഠിക്കുക. സോ എല്ലാവർക്കും എക്സാമിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.